ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇവിടെ തീയിട്ടതാണ്. ഈ വർഷത്തെ ഈ വേനലിന് വാത്രം മാറ്റി തന്നെ, ഫയർ വാത്രം മാറ്റി തന്നെ ഈ നമ്മുടെ ജന്തുക്കൾക്ക്, അതായത് ആന, കാട്ടുപോത്ത്, വ്ലാവ്, ക്യായ ഇങ്ങനെ സസ്യങ്ങൾ തിന്ന് ജീവിക്കുന്ന ഇതിന് ജന്തുക്കൾക്ക് ആഹാര സാധനമായിട്ട് കാട് വളർന്നു വരാൻ കരുതി തീയിട്ടതാണ്. ഇവിടെ നിന്ന് മേലോട്ട് കാട്ടിക്കണം. ഇതുണ്ട്, ഇത് തീയിടാത്ത ഏരിയയാണേ. ഇതിലും സംഭവം ഒന്നുമില്ല. ഈ ഇതാണ്ട് പിന്നെ ഇതൊക്കെ സാധാരണ പോത്ത്, കായും, പന്നയൊക്കെ പേരി എന്ന് പറഞ്ഞാൽ ഈ സാധനം തിന്നും, കാണാൻ മൊത്തമായിട്ട്. ഇതല്ലാതെ വേറെ നമ്മുടെ ചേന്തി എന്ന് പറഞ്ഞ ഈ ചാമാനം ഇതുകൊണ്ട് കേസ്, ഇതല്ലാതെ വേറെ ഇതിനകത്തും തിന്നാൻ വേറെ ഒന്നുമില്ല. ഈ രണ്ട് സാധനമേ ഉള്ളൂ. പക്ഷേ അതേസമയം ഇതുപോലെ പുതിയ സസ്യങ്ങൾ വീണ്ടും വളർന്ന് വരാനായിരിക്കും കണ്ടേ ഇങ്ങോട്ട് ഇതൊക്കെ എല്ലാം കത്തിച്ചത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇതുപോലത്തെ വലിയ മരങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിനകത്തുള്ളൂ. വേറെ അല്ലാതെ ഇതിനകത്ത് വേറെ ഇനിയിപ്പോൾ ഈ പെരയൊക്കെ വളർന്ന് വരും. അതും വളർന്നു വരാൻ താമസം എടുക്കും. എന്നാലും പഴയ ആരോഗ്യം കാണൂല. ആരോഗ്യം കാണുന്ന പറഞ്ഞാൽ പേരിക്ക് ആരോഗ്യം കാണൂല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് വളർന്നു വരുന്ന സസ്യങ്ങൾക്കൊക്കെ ആരോഗ്യം ഉണ്ടാവും. പക്ഷേ ഉയരോട്ടുണ്ടോ പെര വെച്ചതുപോലെ നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശവും ഇതിനാവശ്യമായ ന്യൂട്രിയൻഷ്യൻസും സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഇത് ഒന്നും വലിയ ക്വാളിറ്റി കാണൂല. പിന്നെ ആകപ്പാടുള്ളത് ഇതുപോലത്തെ വലിയ വലിയ കാട്ടത്. എടാ, എൻ്റെ വ്ളോഗിനകത്ത് അശ്ലീല വാക്കുകൾ പ്രവർത്തിപ്പിക്കാതെടാ. ഞാനിവിടെ കടിച്ചു പിടിച്ച് നിന്നിട്ടാണ് ഞാനീ സംസാരിക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ വലിയ വലിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. ആനയും കാട്ടുപോത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മരത്തിൻ്റെ മണ്ടയിൽ കയറി കൊമ്പൊന്നോടി തിന്നത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരെ വീട്ടിൽ കഴിഞ്ഞാൽ വീട്ടിനകത്തുനിന്ന് പെടുക്കാൻ പോലും പുറത്തിറങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറൊന്നും ഉണ്ടല്ല, കാട്ടിനകത്ത് തിന്നാൻ ഒന്നുമില്ല, പുല്ലുവർഗ്ഗങ്ങളോ ഇങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഇനി ഒന്നേന്ന് ചെയ്ത് വരാൻ കരുതി വരാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം. അത് നടക്കുന്ന ഒരു നടപ്പുള്ള കാര്യമൊന്നുമല്ല. ഒരു കുറച്ച് ഏരിയയിലുള്ള കാട് മുഴുവൻ മുറിച്ച് മാറ്റി ഇനി ഒന്നേന്ന് പുല്ല് വിത്ത്, അതായത് തെനമ്പുല്ലുണ്ട്. പുല്ല് ആയിട്ടും തന്നെ നമ്മുടെ അഗസ്ത്യാവനത്തിൽ തന്നെ ഏകദേശം എൻ്റെ ഒരു അറിവിലൊരു 8 ഐറ്റം പുല്ലുവർഗ്ഗം തന്നെ നമ്മുടെ അഗസ്ത്യാവനത്തിൽ തന്നെ ഉണ്ട്. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട സസ്യം തന്നെ ഏകദേശം 8 ഐറ്റത്തോളം ഉണ്ട്. ഇതിൻ്റെയൊക്കെ വിത്ത് കളക്ട് ചെയ്ത്, വിത്ത് ശേഖരിച്ച് നമ്മുടെ വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കൂടി ചേർന്ന് ഈ സംഭവമെല്ലാം വിത്തെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട്, വിത്ത് ശേഖരിച്ച് വെച്ചിട്ട് ഇത് തന്നെ ഏക്കർ കണക്കിന് കുറേ ഏരിയ സൂര്യപ്രകാശം തറയിൽ മണ്ണിൽ പതിക്കുന്ന കണക്കിന് രീതിക്ക് എന്താ പറയുക ഇത് ചെയ്യണം. മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് അവിടെ ഈ വിത്തെല്ലാം ഇട്ട് മുളപ്പിച്ച് മാത്രമേ ഇനി ഇതുപോലുള്ള ജന്തുക്കൾക്ക് ഈ ആഹാര സാധനങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നമുക്ക് അടുത്ത് വീണ്ടും ഇതുപോലെ ഞാൻ കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ശരിയെന്നാൽ.